നമസ്കാരം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുൻപുള്ളതിൽ അതിൻ്റെ ഫോഴ്സ്, കൂളോംസിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളുകളെ കുറിച്ചിട്ടാണ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്, ഡൈപോൾ, രണ്ട് പോളുകൾ. അപ്പോൾ ഡൈപോളിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതും അങ്ങനെയാണ്. ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജുകൾ വളരെ ചെറിയൊരു സെപ്പറേഷനിൽ ഇരിക്കുന്ന അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജുകൾ വളരെ ചെറിയൊരു സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഏത്? ഇലക്ട്രിക് ഡൈപോൾ. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മാൾ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്യാം. ഒന്ന് പ്ലസ് ക്യൂ, ഒന്ന് മൈനസ് ക്യൂ. നമ്മൾ പറഞ്ഞു രണ്ടെന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതിപ്പോൾ 10 കൂളോംബ് ആണെങ്കിൽ, അല്ലെ പ്ലസ് 10 കൂളോംബ് ആണെന്ന് വിചാരിക്കുക, ഇതെന്തായിരിക്കണം? മൈനസ് 10 കൂളോംബ് ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ, സൈന് ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് ചാർജുകൾ വളരെ ചെറിയൊരു ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2a എന്ന് കൺസിഡർ ചെയ്യണം. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തെടുത്തുള്ളത്? 2a. നമുക്ക് വേണമെങ്കിൽ എന്ന് എടുക്കാം. 2a എന്ന് എടുക്കാനുള്ള കാരണം, നമ്മൾ ഡൈപോൾ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് വരുന്ന സമയത്തൊക്കെ ഇതിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക ഡൈപോളിന്റെ സെന്ററിൽ നിന്നാണ്. അപ്പോൾ കാൽക്കുലേഷൻസ് എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തുള്ള ഡിസ്റ്റൻസിന് എന്ത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? 2a എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മാൾ ഡിസ്റ്റൻസ്. ഇതിൽ നോക്കാം, ഇതിൻ്റെ ഈ ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും വരിക? ഡൈപോളിൻ്റെ കേസിൽ ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡിറ്റിവിറ്റി ഓഫ് ചാർജസിലെ ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻഡിവിജ്വൽ ചാർജിന്റെ സം എടുത്താൽ മതി. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ചാർജിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ഡൈപോളിന്റെ കേസിൽ ടോട്ടൽ ചാർജ്, ഡൈപോൾ എടുത്താൽ അതിന്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി ഈ ഡൈപോളിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. ഡൈപോൾ മൊമെന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് P. ഡൈപോൾ മൊമെന്റ്. ഈ ഡൈപോളിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് ഏത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് P is equal to product of magnitude of any one of the charges and the separation between the charges. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൈപോൾ മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡൈപോൾ മൊമെന്റ് P is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജസ്. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? Q എന്നെടുക്കാം, സൈൻ എടുക്കണ്ട. പിന്നെ ഏതിന്റെയും കൂടിയും പ്രൊഡക്റ്റ് ആണ് ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും. അപ്പോൾ Q into 2a, പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? P is equal to Q into 2a അല്ലെങ്കിൽ 2aq ഓർഡറിൽ പറയുകയാണെങ്കിൽ. ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നമ്മൾ മുൻപ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പഠിച്ചിരുന്നു. അതെങ്ങനെയായിരുന്നു? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരുന്നു. ഇവിടെ എന്താ വരുന്നത്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫ്രം നെഗറ്റീവ് ടുവേർഡ്സ് പോസിറ്റീവ്. അത്രയാണ് നമുക്ക് ഡൈപോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. എന്തൊക്കെയായിരുന്നു ഇപ്പോൾ അതിൽ പറഞ്ഞത്? എന്താണ് ഡൈപോൾ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജുകൾ വളരെ കുറഞ്ഞൊരു ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ഡൈപോൾ. ഡൈപോളിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് ഡൈപോൾ മൊമെന്റ്. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയുന്നു, ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് 0 ആണ്. ഡൈപോൾ മൊമെന്റിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? ചാർജും അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? ഫ്രം നെഗറ്റീവ് ടുവേർഡ്സ് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഇനി നമുക്ക് ഈ ഡൈപോളിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡും, പിന്നൊന്ന് ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡും, അതുപോലെ തന്നെ ഒരു ഡൈപോള്
ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. നമുക്കതിൽ ഫസ്റ്റത്തെ ടോപ്പിക് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ആക്സിയൽ പോയിന്റ്. അതായത് നമ്മളൊരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡൈപോളിലെ രണ്ട് ചാർജുകളെയും ജോയിൻ ചെയ്ത് പോകുന്ന ലൈനിനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ചാർജുകളെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് എന്ത്? ആക്സിയൽ. അതായത് അതിന്റെ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിയൽ ലൈൻ. അപ്പൊ ആക്സിയൽ ലൈന് നമ്മളിവിടെ രണ്ട് ചാർജ് എടുത്തിട്ടുണ്ട്, അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനും എടുത്തിട്ടുണ്ട്, ആക്സിയൽ ലൈനും എടുത്തിട്ടുണ്ട്. ഈ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് നമ്മൾ പി കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, മൈനസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുത്ത ഡൈപോളിന്റെ ലെങ്ത് 2a എന്നാണ്. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. നേരത്തെ നമ്മൾ പറഞ്ഞു ഡൈപോളിന്റെ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുന്ന എപ്പോഴും എവിടുന്നാണ്? ഡൈപോളിന്റെ സെന്ററിൽ നിന്നാണ്. അപ്പൊ സെന്ററിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെടുത്തുള്ളത്? r എന്നെടുത്തുള്ളത്. അത് ഈ ഡയറക്ഷനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിന്റ് പി മാർക്ക് ചെയ്യട്ടോ. നമുക്ക് ഏത് ഡിസ്റ്റൻസിലാണോ കാണേണ്ടത് ആ ഡിസ്റ്റൻസിലാണ് നമ്മൾ പി എടുക്കുന്നത്. ഈ പി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ടായിരിക്കും? പ്ലസ് ക്യൂ മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും ഇല്ലേ? പോസിറ്റീവിൽ നിന്ന് എപ്പോഴും ഫീൽഡ് ലൈൻസ് എങ്ങോട്ടായിരിക്കും? പുറത്തേക്കായിരിക്കും. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഉണ്ടായിരിക്കും ഔട്ട്വേർഡ്. ഇനി മൈനസ് ക്യൂ മൂലം എടുത്താലോ? മൈനസ് ക്യൂ മൂലം എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജ് മൂലം ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ ഈ മൈനസ് ക്യൂ മൂലം അങ്ങോട്ടും ഉണ്ടായിരിക്കും. രണ്ടിന്റെയും സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ പ്ലസ് ക്യൂവിന്റെ അടുത്താണ് പി ഉള്ളത്. അപ്പോൾ ഏതിന്റെ ഫീൽഡ് കൂടുതലായിരിക്കും? പ്ലസ് ക്യൂവിന്റെ ഫീൽഡ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. മൈനസ് ക്യൂ എടുത്താൽ മൈനസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ എന്തായിരിക്കും? അവിടെ സ്ട്രെങ്ത് കുറവായിരിക്കും. നമുക്ക് ഇനി കാണേണ്ടത് എന്താണ്? പിയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. പിയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് ക്യൂവിന്റെ വാല്യൂവും ഈ മൈനസ് ക്യൂവിന്റെ വാല്യൂവും കണ്ടെത്തിയിട്ട് രണ്ടും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. പോസിറ്റീവ് ചാർജ് മൂലം ഇവിടെ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഈ പ്ലസ് ക്യൂ എന്നെടുക്കാം. ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/4π ε0 ഇൻറ്റു ക്യൂ ബൈ പ്ലസ് ക്യൂ ആയതുകൊണ്ട് ക്യൂ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. r സ്ക്വയർ എന്ന് പറയുന്നത് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് വേണം. നമുക്ക് പിയിൽ നിന്ന് സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട് 6. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടാൻ അപ്പം എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇതുവരെ 6 ആണ്. നമുക്ക് ഡൈപോളിന്റെ ലെങ്ത് എന്താണ്? ടോട്ടൽ 2a ആണ്. അപ്പൊ പകുതി എന്തുണ്ടായിരിക്കും? ഇത്രയും ഭാഗം a ആയിരിക്കും, ഇത്രയും ഭാഗം a ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ത് വരും? r മൈനസ് a ചെയ്താൽ എന്ത് കിട്ടും? പിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് എഴുതാം? r മൈനസ് a ദി ഹോൾ സ്ക്വയർ. ഇതാണ് പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇതേപോലെ മൈനസ് ക്യൂ എടുത്തു കഴിഞ്ഞാലോ ഈ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 1/4π ε0 ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ എന്തൊരു? ഡിസ്റ്റൻസ് എന്ത് വരും? ഇവിടെ മൈനസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം. ഇവിടെ നിന്ന് സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. സെൻറ്ററിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക് എത്ര കൂടിയുണ്ട്? a കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി മാറി? r പ്ലസ് a ദി ഹോൾ സ്ക്വയർ. നമുക്ക് ഈ പ്ലസ് ക്യൂവും കിട്ടി, ഈ മൈനസ് ക്യൂവും കിട്ടി. നമുക്കിനി ടോട്ടൽ കാണാൻ എന്ത് ചെയ്യാം? E ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E പ്ലസ് ക്യൂ പ്ലസ് E മൈനസ് ക്യൂ. എന്തായിരിക്കും വരിക? E ഈസ് ഈക്വൽ ടു നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ നോക്കുക, രണ്ട് ടേമിലും ഏത് കോമൺ ആണ്? രണ്ടിലും ക്യൂ കോമൺ ആണ്, 4π ε0 കോമൺ ആണ്. അപ്പോൾ അതൊരു പുറത്തേക്ക് എടുക്കാം. ക്യൂ ഡിവൈഡഡ് ബൈ 4π ε0 ഇൻറ്റു ഇവിടെ എന്താ ബാക്കിയുള്ളത്? 1/r മൈനസ് a ഹോൾ സ്ക്വയർ. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 1/r പ്ലസ് a ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വേണം? മൈനസ് 1/r പ്ലസ് a ഹോൾ സ്ക്വയർ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് LCM എടുക്കാം. LCM എടുത്തു കഴിഞ്ഞാൽ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് വരും? q/4π ε0 ഇൻറ്റു കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് r മൈനസ് a ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് a ഹോൾ സ്ക്വയർ. മുകളിലോ ഇവിടെ r പ്ലസ് a ഹോൾ സ്ക്വയർ മൈനസ് r മൈനസ് a ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ന്യൂമറേറ്ററിലുള്ള വാല്യൂ നോക്കുക, എന്താ വരുന്നത്?
Q by 4 pi epsilon 0 into ന്യൂമറേറ്ററിൽ വരുന്നത് എന്താ? എ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അതേപോലെ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ നിന്ന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കുറച്ച് എന്താ ആൻസർ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4ab ആണ്. നമുക്ക് ഡയറക്റ്റ് ആ റിസൾട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നേരെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. രണ്ടുപേച്ച് എക്സ്പാൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഈ റിസൾട്ട് നേരെ യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് കുറയ്ക്കാം. നേരെ റിസൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ മുകളിൽ എന്തുണ്ടായിരിക്കും? 4ab. 4abക്ക് പകരം ഇവിടെ എന്താണ്? ആർ എ 4ra ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുക, ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി രണ്ടിൻ്റെ ഹോൾ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എങ്ങനെ വരും? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ വരെ നമ്മൾ എത്തി. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ എ എന്നുള്ള ഡിസ്റ്റൻസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒരുപാട് വലുതായിരിക്കും. കാരണം ഡൈപോളിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്, രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? വളരെ ചെറുതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 4r വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ, ആർ എയേക്കാൾ ഒരുപാട് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ആർ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം എന്തിന് ഈക്വൽ ആയിരിക്കും? ആർ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കില്ല. കാരണം എയുടെ വാല്യൂ എന്താണ്? വളരെ ചെറുതാവുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. കാരണം സ്ക്വയർ ചെയ്യുന്നതോറും വാല്യൂവിൻ്റെ ചെറിയ വാല്യൂ ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും അതെന്താ ചെയ്യുക? ചെറുതാവുക ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആർ വെരി വെരി ലെസ് ദാൻ എ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഏകദേശം ഏതിന് ഈക്വൽ ആയിരിക്കും? ആർ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? E ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? Q ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഇൻറ്റു മുകളിലുള്ളത് 4ra ഡിവൈഡഡ് ബൈ ഇവിടെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമ്മൾ എന്തെടുത്തു? ആർ സ്ക്വയർ എന്ന് എടുത്തു. അപ്പോൾ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്താ ഉണ്ടാവുക? ആർ റൈസ് ടു 4. ഒരു ആർ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് പോവും അല്ലേ? ഒരു ആറ് ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ മുകളിലുള്ളത് നോക്കുക, 4qa എന്നുണ്ട്. 4qa നമ്മൾ നേരത്തെ പഠിച്ചു. 2qa എന്ന് പറയുന്നത് എന്താണ്? p ആണ്. അങ്ങനെയാണെങ്കിൽ 4qa എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 2p എന്ന് യൂസ് ചെയ്തൂടെ? 2q ഇൻറ്റു എ 2aq ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡൈപോൾ മൊമെന്റ് p ആണ്. ഇവിടെ എന്താ ഉള്ളത്? 4qa ഉണ്ട്. q ഇൻറ്റു 4a q ഇൻറ്റു 2a p ആണ്. അപ്പോൾ q ഇൻറ്റു 4a എന്നുള്ളതിനെ നമുക്ക് എന്തെടുക്കാം? 2p ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r ക്യൂബ്. ഇതാണ് ഏതിൻ്റെ ഇക്വേഷൻ വരുന്നത്? ആക്സിയൽ ലൈനിൽ r ഡിസ്റ്റൻസിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r ക്യൂബ്. നമ്മൾ വെക്റ്റർ ഫോമിൽ ഇതിനെ എഴുതുകയാണെങ്കിൽ വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു, ഒന്നുകിൽ നമുക്ക് ആദ്യം മുതലേ വെക്റ്റർ ഫോമിൽ ചെയ്തു പോവാം. ഇവിടെ അതിൻ്റെ ഡയറക്ഷൻ കൊടുത്താൽ മതി. ഇ പ്ലസ് ക്യൂ ആകുമ്പോൾ നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിലാണ്. അതിന് നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്യും. ഈ മൈനസ് ക്യൂ ആണെങ്കിൽ ഡൈപോൾ മൊമെന്റിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മൈനസ് പി എന്നുള്ളത് യൂസ് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ ചെയ്തു പോവാം. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ വെക്ടറിന് അത് കൊടുക്കുകയാണെങ്കിൽ വെക്ടർ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടുത്തെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? വലുത് ഇങ്ങോട്ടും ചെറുത് ഇങ്ങോട്ടും. അപ്പോൾ റിസൾട്ടന്റ് ഫീൽഡ് എപ്പോഴും ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഈ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ നിന്ന് പ്ലസ് ക്യൂ വരുന്നതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അതേ ഡയറക്ഷനിലാണ് ആര്? ഇലക്ട്രിക് ഫീൽഡും വരിക. അതിന് അപ്പുറത്തെ സൈഡിലേക്ക് എടുത്താലും അതെ, ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും ഏത്? ഇലക്ട്രിക് ഫീൽഡ് വരും. അപ്പോൾ വെക്ടർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വെക്ടർ പി ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r ക്യൂബ്. ആ രീതിയിൽ ഡിനോട്ട് ചെയ്യാം വെക്ടർ ഫോമിൽ എന്ത്? ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതാണ് ആക്സിയൽ ലൈനിലെ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ആർ എന്ന് പറയുന്നത് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും. അപ്പോൾ ഡെറിവേഷൻ ഇത് മുഴുവൻ കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി?
നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയാം അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് മാത്രം ശ്രദ്ധിക്കുക. ഒന്ന് ആർ മൈനസ് എ വരും, ഒന്ന് ആർ പ്ലസ് എ വരും. അത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ആഡ് ചെയ്യുന്നു. ഒന്ന് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആൻസർ ആയി. അപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കുക. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നേരേക്ക് ചെയ്ത് പഠിക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി നോക്കാം. അടുത്ത ടോപ്പിക്ക് എന്തായിരുന്നു? ഇക്വറ്റോറിയൽ ലൈനാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ. അതിലെ ഒരു പോയിന്റാണ് ഇവിടെ എന്ത് കൺസിഡർ ചെയ്തിട്ടുള്ളത്? പി. അപ്പോൾ സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസിൽ ഈ ഡൈപോളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിലുള്ള പോയിന്റാണ് ഏത്? പി. നമ്മൾ ഈ പി എടുത്തു കഴിഞ്ഞാൽ പിയിൽ ഏതൊക്കെ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും? പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡും മൈനസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും. പ്ലസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? പുറത്തേക്കായിരിക്കും. മൈനസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ റിസൾട്ടന്റ് ഫീൽഡ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ രണ്ടിനെയും അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലസ് ക്യൂവിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് നമുക്ക് എന്ത് എഴുതാം? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നൊരു കമ്പോണൻറ്റും ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. വെക്ടറിൻ്റെ റെസൊല്യൂഷൻ റിസോൾവ് ചെയ്യാനൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ വെക്ടറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഒരു കമ്പോണൻറ്റ് ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ ഉണ്ടാവും, ഒരു കമ്പോണൻറ്റ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ ഉണ്ടായിരിക്കും. ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ ഉണ്ടായിരിക്കും. ഇനി ഈ മൈനസ് ക്യൂവിനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു കമ്പോണന്റ് ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഏതായിരിക്കും അത് വരിക? ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലായിരിക്കും. അതേതായിരിക്കും? ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണൻസ് വരിക. ഇനി ഇതിൽ ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയും ഈ മൈനസ് ക്യൂ സൈൻ തീറ്റയും ഈക്വലും ഓപ്പോസിറ്റുമാണ്. കാരണം ഈ പ്ലസ് ക്യൂവിൻ്റെ ഈ മൈനസ് ക്യൂവിൻ്റെയും വാല്യൂ നമ്മൾ ഇനി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നതും ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നതും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താണുള്ളത്? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയും ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും. അതിന് രണ്ടിൻ്റെയും കൂടി സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടൻ്റെ ഫീൽഡ് കിട്ടും. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ, ഈ പ്ലസ് ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എന്താണ്? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എന്താ വരിക? ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്തെടുക്കണം? പ്ലസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കുക, നമ്മൾ ഇതിനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? നമുക്ക് വേണ്ട ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യാം. ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതേപോലെ നമ്മൾ ഈ മൈനസ് ക്യൂ എടുക്കുകയാണെങ്കിൽ ഈ മൈനസ് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എന്തെഴുതാം? ഈ മൈനസ് ക്യൂവിൻ്റെ വാല്യൂ എഴുതുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഇവിടെ നിന്നാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ? ഇവിടെയും അതെ, ഇതിനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് ആർ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ത് വരും? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂയും ഈ മൈനസ് ക്യൂവിൻ്റെ വാല്യൂ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ റിസൾട്ടൻ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇ ഈസ് ഈക്വൽ ടു ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. ഈ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂം ഈ മൈനസ് ക്യൂവിൻ്റെ വാല്യൂം എന്താണ്? ഈക്വൽ ആണല്ലേ? നമുക്കത് അവിടെ കിട്ടിയത് അതാണ്. ഈ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു ഈ മൈനസ് ക്യൂ. ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ എന്ന് ഡിനോട്ട് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിനെ എന്തെഴുതാം? ഈക്വൽ ടു 2e കോസ് തീറ്റ.
അപ്പോൾ ഈയുടെ വാല്യൂ എന്ത് കൊടുക്കാം? ഈയുടെ വാല്യൂ കാണുന്നതിന് മുമ്പ് നമുക്ക് കോസ് തീറ്റ ഒന്ന് കണ്ടുനോക്കാം. കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയുടെ വാല്യൂ ഈ ട്രയാങ്കിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ വരിക? കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡിന്റെ വാല്യൂ, ആംഗിളിന്റെ അഡ്ജസൻറ്റ് സൈഡ് എ ആണ്. ഇവിടുന്ന് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതിനെ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. റൂട്ട് ഓഫ് എന്നുള്ളതിനെ പവർ 1/2 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു എന്തൊക്കെയുള്ളത്? 2 ഇൻറ്റു ഇവിടെ E എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഡിനോട്ട് ചെയ്തുള്ളത്? E പ്ലസ് ക്യൂൻ്റെ E മൈനസ് ക്യൂൻ്റെയും വാല്യൂ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ തന്നെയാണ് ഇതല്ലേ? അത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1/4πε0 Q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2 ഈക്വൽ ടു. ഇവിടെ എന്തായിരിക്കും ആൻസർ വരെ? ഇനി നോക്കുക, മുകളിൽ എന്താ ഉള്ളത്? 2QA. Q ഇൻറ്റു 2A. Q ഇൻറ്റു 2A എന്ന് പറയുന്നത് എന്താണ്? P ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളത് 4πε0 ഇൻറ്റു. ഇനി ഇത് രണ്ടും ചെയ്താൽ എന്താ കിട്ടുക? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ഇപ്പം ഇവിടെ പവർ 1 ആണ്, ഇവിടെ പവർ 1/2 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പവർ 3/2 ആവും. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. ഇനി നമ്മൾ നേരത്തെ കേസിലെടുത്ത അതേ ഒരു കൺസിഡറേഷൻ എടുക്കുകയാണ്. ഫോർ ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ. ആറിൻ്റെ വാല്യൂ ഒരുപാട് എന്താണ്? എക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇതിനെ എന്തെടുക്കാം? ആർ സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്യാം. ആർ സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ആർ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ആർ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. സ്ക്വയറും ബൈ 2ഉം ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി എന്താ ഉള്ളത്? ആർ ക്യൂബ്. ഇതാണ് അപ്പോൾ ഏതിൻ്റെ ഇക്വേഷൻ? ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിനെ വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷൻ എന്തായിരിക്കും വരിക? വെക്റ്റർ E ഈസ് ഈക്വൽ ടു, നോക്കുക ഈ ചിത്രത്തിൽ നോക്കുക, ഡൈപോൾ മൊമെന്റ് P. ഇതിന്റെ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ടാണ്. നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? അതിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് എന്ത് കൊടുക്കാം? മൈനസ് P ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. നമ്മൾ ഏതൊക്കെ കിട്ടി? ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡും നമ്മൾ കണ്ടു, ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡും കണ്ടു. എന്ന് രണ്ടും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടോ? രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു 2P ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ് ആണ്. ഇക്വറ്റോറിയൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ് ആണ്. അതിന് ഈ ആക്സിയൽ എന്ന് കൊടുക്കാം മനസ്സിലാവാൻ. ഇത് ഈ ഇക്വറ്റോറിയൽ. അങ്ങനെ ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇക്വറ്റോറിയലിന്റെ നേരെ ഇരട്ടിയാണ് ഏത്? ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ നേരെ ഹാഫ് ആണ് എന്ത്? ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ. ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ നേരെ ഇരട്ടിയാണ് ഏത്? ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് പറഞ്ഞാൽ എന്താണ് ഡൈപോൾ എന്നുള്ളതാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വലും ഓപ്പോസിറ്റും ചാർജുകൾ ചെറിയൊരു സെപ്പറേഷനിൽ ഇരിക്കുന്നതാണ് ഡൈപോൾ. അവിടുത്തെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഡൈപോളിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഏത്? ഡൈപോൾ മൊമെന്റ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് ചെയ്താൽ ഡൈപോൾ മൊമെന്റ് കിട്ടും. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകളെയും ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈൻ, അതിന്റെ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ലൈനെയാണ് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിലുള്ള സെൻട്രൽ നിന്ന് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആക്സിയൽ ലൈനിൽ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനാണ്
E is equal to 2p divided by 4 pi epsilon 0 r cube. ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ എന്ത് വരും? ഈ ഇക്വറ്റോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ p ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r cube. ഇക്വറ്റോറിയൽ ലൈനിലെ നേരെ ഇരട്ടിയാണ് എന്ത് വരുന്നത്? ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻസ് ഒക്കെ അതെ എന്താ സ്റ്റെപ്പുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കുക. രണ്ടിലും അതെ നമ്മൾ ഈ പ്ലസ് ക്യൂ മൂലമുള്ളതും ഈ മൈനസ് ക്യൂ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ കാണും, രണ്ടും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഡെറിവേഷൻസ് ഒക്കെ എന്തായിരിക്കും? വളരെ ഈസി ആയിരിക്കും. ചോദിക്കാറുള്ള ഡെറിവേഷൻസ് ആണ്. നമുക്കിതിൽ ഒരു കാര്യം കൂടി നോക്കാൻ, ഡൈപ്പോളിൽ ഒരു ഡൈപ്പോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത് നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.